കൊള്ളാം. മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. കൽക്കി മൂവി മഹാഭാരതത്തിൻ്റെ തന്നെ ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കൽക്കി, കലിയുഗം, മഹാഭാരത യുദ്ധം, അതിനകത്ത് വന്നിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് കുറേ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഓരോ കഥയും കഥാപാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വന്ന് ആ കഥാപാത്രങ്ങളിൽ ജീവൻ കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കുറേ ക്യാമിയോസ് ഉണ്ട്. വിജയ് ദേവരക്കൊണ്ട ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ, ഹാറ്റ്സ് ഓഫ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ പ്രഭാസ്, ദുൽഖർ, ഡി ക്യു കുറച്ചു നേരം ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ഡി ക്യു എന്താണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഡി ക്യു കുറച്ചു നേരം ഉണ്ടെങ്കിലും നമുക്ക് ഡി ക്യു മലയാളി പ്രധാനപ്പെട്ട റോളാണ്. നല്ല റോളാണ് ഡി ക്യു കിട്ടിയ. ഡി ക്യുവിൻ്റെ ഒരു ഇത് സൂപ്പറായിരുന്നു. എല്ലാവരും പെർഫോമൻസ് കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് മൂവിയുടെ ടച്ച് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് മൂവിയുടെ CG ഒക്കെ എടുത്ത പോലെയാണ്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂവി ഉറപ്പായിട്ടും പ്രൊമോട്ട് ചെയ്യണം. ഇതിന് നെഗറ്റീവ് പറയാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല, കാരണം അത്രയും കഷ്ടപ്പെട്ടെടുത്തൊരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തോ മേക്കിംഗ് സൂപ്പറാണ്. നല്ല രീതി. ഇനി സെക്കൻഡ്, തേർഡ്, ഫോർത്തൊക്കെ വരുമായിരിക്കും. കാരണം അത് പലരുടെയും കഥ പറയണം. കമലഹാസൻ്റെ കഥ പറയണം. കാരണം കമലഹാസൻ ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. കമലഹാസൻ്റെ കഥ പറയണം. അടുത്ത് കൃഷ്ണൻ്റെ പിറവി ഉണ്ടാവും ഒരു പക്ഷേ. അപ്പം ശ്രീകൃഷ്ണനായിട്ട് ആരാ വരും നമുക്ക് അറിയത്തില്ല. അതൊരു സസ്പെൻസാണ്. സോ ദീപിക പദുക്കോണാണ് അതിനകത്ത് വേറൊരു മേജർ റോൾ എടുക്കുന്നത്. സോ നല്ല രീതിയിലാണ്. കുറച്ചും കൂടെ പിന്നെ ലീഡ് ചെയ്യുന്നതാരാണ്? ബച്ചൻ തന്നെയാണ്. ബച്ചൻ എന്ന് വെച്ചാൽ ബച്ചൻ്റെ ഫൈറ്റാണ് നല്ലത്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ ഒബ്വിയസ്ലി നമ്മുടെ പ്രഭാസ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. കാരണം പ്രഭാസിലേക്ക് എത്തുന്നേ ഉള്ളൂ. പ്രഭാസ് എന്താണെന്നുള്ളത് ക്യാരക്ടർ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ പ്രഭാസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല സിനിമയിൽ, കാരണം അത് ഉറപ്പായിട്ടും അത് സിനിമ എത്തിക്സിനെ ബാധിക്കും. സോ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. 3D അല്ല 2D തന്നെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെടും. 3 മണിക്കൂർ വർത്താണ് പടം. ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു VFX, എല്ലാവരും രക്ഷയില്ലാത്തോളം. ബച്ചൻ്റെ തിരിച്ചുവരവ് എന്ന് പറയാൻ പറ്റി എന്താ പറയുക, വേറൊരു നമ്മൾ ഇതുവരെ കാണാത്തൊരു ഇന്ത്യൻ സിനിമയാണ് ബച്ചനും. എല്ലാവരും പ്രഭാസ് അല്ല സൂപ്പറാണ്, മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ തന്നെ വളരെ നല്ല പടം, നന്നായിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ നമ്മൾ പോകുന്ന അറിയത്തില്ല. നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് സൂപ്പറാണ്. ബച്ചനൊക്കെ വളരെ എല്ലാവരും നന്നായിട്ടുണ്ട്. ദീപികയും പ്രഭാസും ബച്ചനും കമലഹാസനും എല്ലാവരും നന്നായിട്ടുണ്ട്. ദുൽഖർ ഗസ്റ്റ് അപ്പിയറൻസ് വളരെ നന്നായിട്ടുണ്ട്. പുരാണവും കണക്റ്റഡാണ്. അവതാരം കൽക്കിയുടെ അവതാരത്തിന് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. കുറച്ച് പുരാണം അറിയുന്നവർക്കാണെങ്കിൽ പടം കുറച്ചുകൂടെ അത് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. എല്ലാം പടത്തിൽ പറയുന്നുണ്ട്. എൻ്റെ വളരെ നന്നാക്കിയാണ് നിർത്തിയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്തായാലും. ക്യൂരിയോസിറ്റി ഉണ്ടോ കാണാനായിട്ട്? പിന്നെ എന്തായാലും കാണേണ്ട പടം. മേക്കിംഗ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്.